ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു എന്താ പറയുക ഗെറ്റ് റെഡി വിത്ത് മീ അങ്ങനെയൊന്നും പറയണ്ട, എന്നാലും ഞാൻ എൻ്റെ രീതിയിലൊന്ന് പറയാം. അപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് പോവാണ്, ഒന്ന് ചെർപ്പളശ്ശേരി പോകണം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുങ്ങുന്നതൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. എനിക്കല്ലേ അപ്പം ഞാൻ കണ്ടില്ലേ ഒരു പൗഡർ യൂസ് ചെയ്തു, പിന്നെ ഒരു പൊട്ട് പൗഡർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 20 രൂപയുടെ പൗഡറാണ്, വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ഓൾറെഡി ഞാൻ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു, കാരണം ഞാൻ ഓൾറെഡി ഉച്ചയ്ക്ക് പോകാമെന്ന് കരുതിയിട്ടായിരുന്നു ഒരുങ്ങിയത്. അപ്പോൾ ഞാൻ അതൊക്കെ വിചാരിച്ചു, പക്ഷെ നടന്നില്ല. അതുകൊണ്ടാണ് കണ്ണിലൊക്കെ എഴുതി വെച്ചേക്കണത്. അപ്പോൾ അതൊന്ന് പിന്നെ മായ്ച്ചെടുത്ത് കഴിഞ്ഞ് പിന്നെ മൊത്തം പരക്കും, അതുകൊണ്ട് പിന്നെയും എഴുതാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇതാ ഒരു ബ്ലാക്ക് പൊട്ടുണ്ടായിരുന്നു, അത് തൊട്ടുണ്ട്. പിന്നെ ഇതാ എൻ്റെ മസ്റ്റാണ് ഐലൈനർ. അതെനിക്ക് എന്താ പറയുക, അത് ഇന്ന പൈസയുടെ ഇന്ന ബ്രാൻഡിനൊന്നുമില്ല, സാധാരണ ഒരു ഐലൈനർ മേടിക്കും. കണ്ണിലൊരു ഐലൈനറൊന്നും എഴുതിയിട്ടില്ല, എനിക്കൊരു ഭംഗി കിട്ടില്ല. നമ്മുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്കത് തെളിച്ചം തോന്നില്ല. എന്താ പറയുക, നമ്മുടെ കണ്ണിലൊക്കെ നമ്മൾ ഐലൈനറൊക്കെ എഴുതുമ്പോഴല്ലേ നമുക്കതിൻ്റെതായ ഒരു ഭംഗിയും ഒരു ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിതാ ഐലൈനർ മുകളിൽ തൂത്തിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. കാരണം എനിക്കത് എന്തായാലും വേണം. ഞാൻ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല കേട്ടോ വീഡിയോയിൽ എൻ്റെ മോനുണ്ട്, മോനോടാണ് ഞാൻ സംസാരിക്കുന്നത്. താഴത്തിരിപ്പുണ്ടവൻ, അവൻ കളിക്കേണ്ട തിരക്കിലാണ്. അപ്പോൾ അത് പോകേണ്ട കൊണ്ട് ഞാൻ അവനോട് ഇങ്ങനെ വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ അങ്ങോട്ട് ഇങ്ങോട്ട് പോയിട്ട് കളിക്കണയാണ്, പോകണമെന്ന് പറഞ്ഞിട്ട്. അവനെന്താ പറയുക, അവന് 2 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ വെച്ചു അടുത്തത് വാച്ചും എനിക്ക് മസ്റ്റാണ്. കാരണം എനിക്ക് വാച്ചില്ലെങ്കിൽ അതിപ്പോൾ ഓടിയില്ലെങ്കിൽ വാച്ച് നമ്മുടെ കയ്യിൽ കിടക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കമ്മൽ, എല്ലാം ബ്ലാക്കാണ് കേട്ടോ. എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടില്ലേ കയ്യിലേക്ക് ടാറ്റു കുത്തിയ കണ്ടില്ലേ. എനിക്ക് ടാറ്റു, നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ടാറ്റു ഒക്കെ കുത്തണ ഇഷ്ടമുള്ളവരുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടാറ്റു കുത്താൻ. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് തന്നെയാണ് ടാറ്റു കുത്തിയേക്കണത്, ഒരു ലവ് ചിഹ്നം ആക്കിയിട്ട്. പിന്നെ ഒരു സ്റ്റോണിൻ്റെ ഒരു പൊട്ട് തൊട്ടിട്ടുണ്ട്, അതും എനിക്ക് മസ്റ്റാണ്, ഞാൻ തൊടാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റോണിൻ്റെ പൊട്ട് തൊടാൻ. ബ്ലാക്ക് തൊടില്ല, വൈറ്റ് കല്ലോ അല്ലെങ്കിൽ കളറുള്ള സ്റ്റോണോ ഞാൻ തൊടും ഡ്രസ്സിനകത്ത്, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ സ്റ്റോണോ തൊടും. പിന്നെ നമ്മളുടെ അതന്നെ ഒരു എന്താ പറയുക, മുഖത്തിനൊരു ഭംഗി കിട്ടാൻ ഒരു ലിപ്സ്റ്റിക്ക്, അതും സാധാരണ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഒരു 100 രൂപയൊന്നും ഉണ്ടാവില്ല, ഒരു 80 രൂപയ്ക്ക് ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. സാധാ ഒരു ലിപ്സ്റ്റിക്ക് റെഡ് കളറുള്ള. കാരണം ലിപ്സ്റ്റിക്കും എനിക്ക് ഇട്ടാലേ എനിക്കൊരു ഭംഗി തോന്നുള്ളൂ മുഖത്ത്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഒരു എന്തൊരു ഭംഗിക്കേട് പോലെ തോന്നും. കാരണം എൻ്റെ ഹസ്ബൻഡിന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഈ ലിപ്സ്റ്റിക്ക്. അപ്പോൾ എന്നോട് പറയും, നീ ചാവാൻ വേണ്ടിയാണോ തീരുമാനിച്ചേക്കണമെന്ന് പറയും. കാരണം മെർക്കുറി എന്നിട്ട് നീ മരിക്കുന്നൊക്കെ പറയാം. കാരണം ഉള്ളതാണ്, സത്യമാണ്, എന്നാലും നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ അതുപോലെ തന്നെ ഒരു സിന്ദൂരം അതുകൊണ്ട് തന്നെ ഞാൻ നെറ്റിയിലിടും. പിന്നെ പ്രത്യേകിച്ചൊന്നും ഞാൻ ചെയ്യില്ല. പിന്നെ കയ്യിൽ 4 വള, അതെൻ്റെ സ്റ്റോണിൻ്റെ വൈറ്റ് സ്റ്റോണിൻ്റെ വളയാണ്. അതെൻ്റെ സാരീൻ്റെ കൂടെ പെയർ ചെയ്യണ ഒരു വളയാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ കയ്യിലൊക്കെ ഓരോന്ന്, മോതിരമായിക്കോട്ടെ, വളയായിക്കോട്ടെ, വാച്ചായിക്കോട്ടെ, അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ പുറത്തേക്ക് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, ഞാൻ ഭയങ്കര ഒരുങ്ങാനൊക്കെ നല്ല ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പക്ഷേ ഓവർ മേക്കപ്പ് ഇട്ടിട്ടോ അങ്ങനെയല്ല, നമുക്ക് നമ്മുടെ സൗന്ദര്യം അല്ലെങ്കിൽ നമുക്കൊരു ഭംഗി ഉണ്ടെങ്കിൽ അത് എന്താ പറയുക, ആരും ഒരു മോശം പറയുന്ന രീതിയിൽ എനിക്കിഷ്ടമല്ല. പക്ഷേ എന്നാൽ ഒരുങ്ങിയിട്ടുണ്ടോയെന്ന് വെച്ചാൽ, ഒരു പെണ്ണെന്നുള്ള നിലയിൽ നല്ല ഭംഗിയുണ്ടോ ചോദിച്ചാൽ നമ്മൾ തരക്കേടില്ല എന്ന് പറയുന്നതിൽ എനിക്ക് താല്പര്യമുണ്ട് ഒരുങ്ങാനൊക്കെ. അതുപോലെ തന്നെ അടിയിൽ ഞാൻ കൺമഷി ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ. അത് തൂത്തിട്ട് ഇങ്ങനെ പെരങ്ങി, എന്താ പറയുക അതിന്, നമ്മുടെ കോഴിക്കോട് ഭാഷയിൽ പെരങ്ങി എന്നൊക്കെ പറയും, ഇങ്ങനെ അടിയിലൊക്കെ ഇതായിട്ടുണ്ട്. അപ്പം ഞാനതെന്ത് ചെയ്തു, താഴത്ത് കണ്ണ് എഴുതിയിട്ടുണ്ട്. അതും മസ്റ്റാണ്. കണ്ടോ, കൊച്ചാണ് വിളിച്ചുകൊണ്ടിരിക്കണത് തന്നെ. കാരണം അവന് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവന് ഞാൻ കൺമഷി ഇട്ട് കൊടുത്തേക്കണത് കേട്ടോ കണ്ണിൽ. അതാണ് അവൻ കണ്ണ് എന്ന് പറഞ്ഞത്. അവനത് പറയുമ്പോൾ അത് ഇട്ട് കൊടുത്തില്ലേ പിന്നെ അവിടെ കിടന്ന് വാശിയായിരിക്കും, അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു മുടിയൊന്ന് എന്തെങ്കിലുമൊക്കെ രീതിയിൽ എനിക്ക് പറ്റണ പോലെ ഞാൻ അങ്ങോട്ട് കെട്ടിയിട്ട് പോവും. വേറെ സ്ഥലത്ത് ലോങ് ആയിട്ടൊന്നും പോകണില്ലല്ലോ, ജസ്റ്റ് 2 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ഇവിടെ ടൗണിലേക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു മുടിയൊന്ന് എൻ്റെ രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ട് ഒന്ന് മേലോട്ട് വാരിയിട്ട്, അങ്ങനെ പൊക്കത്തേക്ക് വാരിയിട്ട് എന്ത് ചെയ്യും, ഞാൻ ഒരു ബ്ലാക്ക് റായുണ്ട്, എല്ലാം ബ്ലാക്കാണ്, അതാണ് ഞാൻ പറഞ്ഞത്, ബ്ലാക്കിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആ ബ്ലാക്ക് റായി ഇങ്ങനെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു പുഷു എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ കോഴിക്കോട് ഭാഷയിലൊക്കെ പറയുന്നത്, അതിനൊരു മുടിക്ക് കുത്തണ ഒരു സംഭവമുണ്ട്. അതെടുത്ത് മുടിക്കിങ്ങനെ ഞാൻ എന്ത് ചെയ്യും, മൊത്തത്തിൽ കെട്ടി വയ്ക്കും.
ഓരോ സമയം എനിക്ക് തോന്നുന്ന പോലെ മുടി ഞാൻ ചെയ്യും കേട്ടോ. കണ്ടില്ലേ എൻ്റെ മാല കണ്ടില്ലേ, അതും ബ്ലാക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കൈമിൽ കിടക്കുന്ന മോതിരം ബ്ലാക്കാണ്. എൻ്റെ കഴുത്തിലുള്ള ആ മാലയുടെ ആ സ്റ്റോൺ കണ്ടില്ലേ, അതിൻ്റെ കല്ല്, അത് ബ്ലാക്കാണ്. എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് നന്നായിട്ട് യൂസ് ചെയ്യും. ബ്ലാക്കിനുള്ള എന്ത് സാധനം കണ്ടാലും ഞാൻ മേടിക്കും. അപ്പോൾ അത് മുടിക്ക് ഞാൻ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഒരു സാധനം എടുത്തിട്ട്, അതെന്തൊരു ഗ്രേ കളറാണെന്ന് തോന്നുന്നു, ഞാൻ കളറൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ഒരുക്കപ്പാടൊക്കെ കഴിഞ്ഞു. അപ്പോൾ വിചാരിച്ചു ഇനി കുട്ടീനെ ഒരുക്കണം. കുട്ടീനെ ഒരുക്കിയിട്ടില്ല. നമ്മുടെ ഒരുക്കം കഴിഞ്ഞാൽ കുട്ടിക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് പൗഡർ ഇട്ട് പിന്നെ ഒരു ഡ്രസ്സ് ഇട്ട് പാമ്പേഴ്സ് ഇട്ടിട്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊരു അബദ്ധം പറ്റി. കാരണം ഇന്നലെ രാത്രി 9 മണിക്ക് കഷ്ടപ്പെട്ട് പോയിട്ട് ഞാൻ ധാവണി എടുത്തതാണ്. എനിക്ക് ഞായറാഴ്ച സൺഡേ ഒരു പ്രോഗ്രാം ഉള്ളുണ്ടായിരുന്നു. അപ്പോൾ വിഷുവിനും കൂടെ കണക്കാക്കി എടുത്തതായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു എനിക്ക് ചേരുന്നു. എനിക്ക് ഒട്ടും മാച്ചാവുന്നില്ല കളർ. എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഭംഗിയുണ്ടെന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള കളറാണ്. പക്ഷെ എൻ്റെ മുഖത്തിനൊരു വല്ലായ്മ പോലെ. അപ്പം ഞാൻ വിചാരിച്ചു ബ്ലൗസൊന്നും പുറത്ത് കൊടുത്തിട്ട് തയ്പ്പിക്കണ്ടല്ലോ, അതിന് എക്സ്ട്രാ കാശ് വരില്ല. കാശ് വരുന്നതല്ല, കാശിൻ്റെ പ്രശ്നമല്ല, എന്നാൽ തയ്പ്പിക്കാൻ സമയമില്ല എന്ന് വിചാരിച്ചു. എനിക്ക് തയ്ച്ച് തരുന്നൊരു ചേട്ടനുണ്ട്, അവർ തയ്ച്ച് തരാറുണ്ട്. പക്ഷേ പാവാടയും തയ്ക്കാനുണ്ട്. അത് സൈഡിൽ ഇങ്ങനെ ഓപ്പണിങ് ആണുള്ളുണ്ട്, അത് നമ്മൾ തയ്പ്പിക്കണം. അപ്പോൾ അതും ബ്ലാക്ക് തന്നെയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എടുത്തത്. പക്ഷെ ആ ബ്ലാക്ക് എടുത്ത ബ്ലൗസ്, സെപ്പറേറ്റ് എടുത്ത ബ്ലൗസ് എനിക്കത്ര ബോധിച്ചില്ല. എന്തോ എനിക്കത്ര ഭംഗി തോന്നുന്നില്ല. അപ്പം ഭംഗിയല്ല, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നീ നിനക്ക് പറ്റുവാണെങ്കിൽ നീ പോയിട്ട് മാറ്റിക്കോ, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ ഇട്ടോ പറഞ്ഞു. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഒന്നും ഞാൻ മാറ്റി വെക്കാറില്ല, അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കും. കാരണം എല്ലാത്തിനും സപ്പോർട്ട് നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് ഉള്ളപ്പോൾ നമുക്ക് വേറെ എന്ത് വേണമല്ലേ. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞു, ഞാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സി യു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറക്കരുത്. അപ്പോൾ പോയിട്ട് വരട്ടോ. ഇനി അംഗം